താമരശ്ശേരി ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെ അടർന്നു നിൽക്കുന്ന പാറകൾ ആശങ്കയാവുകയാണ്. മണ്ണിടിച്ചിൽ ഗൌരവമുള്ളതാണെങ്കിലും തുടർ അപകടത്തിനുള്ള സാധ്യത കുറവെന്ന വിലയിരുത്തലിൽ ചെറുവാഹനങ്ങൾ നിലവിൽ കടത്തിവിടുന്നുണ്ട്. പക്ഷേ മഴയുള്ള സമയങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? പാറകൾ ഒരു ആശങ്കയായി പാതിയടർന്നു നിൽക്കുകയാണോ അവിടെ? വെരി ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. 3 ദിവസമായി വഴിയടഞ്ഞ വയനാടിന് ഇപ്പോൾ താൽക്കാലിക ആശ്വാസമാക്കുകയാണ്. വാഹനങ്ങൾ ഒരു നിരയായി ചെറിയ വാഹനങ്ങൾ ചുരത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. കനത്ത മഴയുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ്. മന്ത്രിതല അവലോക യോഗത്തിന് ശേഷമാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. വിദഗ്ധ സമിതിയെ ഉപയോഗിച്ച് ഈ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും പറഞ്ഞു. അതോടൊപ്പം മുൻ മണ്ണ് പരിശോധനാ വിദഗ്ധൻ PU ദാസ് അടക്കം രാവിലെ ആ മേഖലയിലെത്തി കാര്യങ്ങൾ വിശകലനം ചെയ്തു. കനത്ത മഴയുണ്ടെങ്കിൽ മാത്രമേ ഇനിയൊരു മണ്ണിടിച്ചിലിന് ആ മേഖലയിൽ സാധ്യതയുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം നിലവിൽ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ നിയന്ത്രണം ഒഴിവാക്കി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. മാത്രമല്ല വയനാട് ചുരത്തിന് മുകൾ ഭാഗത്തും, അതായത് ലക്കിടിയിലും അടിവാരത്തുമൊക്കെ ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഓണവിപണിയൊക്കെ ലക്ഷ്യമാക്കി വരുന്ന നിരവധി വാഹനങ്ങൾ, പച്ചക്കറികളുമൊക്കെയായുള്ള വാഹനങ്ങൾ ഇപ്പോഴും അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ആ വാഹനങ്ങളടക്കം കടത്തിവിടാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം. അതായത് ഇപ്പോൾ വയനാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങളുടെ സംയുക്തമായ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ, അതായത് കനത്ത മഴയുണ്ടെങ്കിൽ മാത്രമേ ചുരത്തിലുള്ള ഗതാഗതത്തിനൊരു നിയന്ത്രണം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഈ 2 ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ സംയുക്തമായി ചേർന്നൊരു തീരുമാനം എടുത്തതിനു ശേഷം കൂടുതൽ ചരക്ക് വാഹനങ്ങളെ ഇനി കടത്തിവിടാനാണ് തീരുമാനം. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിലെ നിയന്ത്രണം നീക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്. അതാണ് ഇപ്പോൾ ദീപക് മോഹൻ പങ്കുവച്ചത്.